ഇന്നിപ്പോ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉസ്താദേ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് എന്റെ ഉമ്മ കരച്ചിലാൻ. ഞാൻ ചോദിച്ചെന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ് എന്റെ പെങ്ങളെ കല്യാണം ശരിയാകുന്നില്ല. അവർക്ക് 33 വയസ്സ് പ്രായമായി, 34 വയസ്സ് പ്രായമായി. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവിടെ നിന്നെല്ലാം കുടിച്ചിട്ടവര് പോകുന്നതല്ലാതെ ഒരാൾ പോലും കല്യാണത്തിന് അടുക്കുന്നില്ല. അവിടെ നിന്ന് വല്ലാത്ത സങ്കടത്തിലാണ്. എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ പറഞ്ഞു തരുമോ? എനിക്കെന്റെ പെങ്ങളുടെ കണ്ണീരല്ല, എന്റെ ഉമ്മാക്ക് ഭക്ഷണമില്ലല്ലോ, എന്റെ ഉമ്മ കുടിക്കുന്നില്ലല്ലോ, എന്റെ ഉമ്മാന്റെ കണ്ണു നിറയുന്ന കാണുമ്പോ, ഇത്താത്തയെ കാണുമ്പോ ഉമ്മാടെ കണ്ണു നിറയുകയാ. ആ കണ്ണുനീരൊന്ന് മാറ്റാ നിങ്ങളൊന്ന് വിളിക്കാൻ തോന്നിയതാ. എല്ലാ ദിവസവും ദാറുസ്സലാം തുടങ്ങിയ അന്ന് മുതല് ഇന്ന് വരെ ഒരു പരിപാടിയും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളുടെ നിക്കാഹ് ശരിയായെന്ന്, കല്യാണം ശരിയായെന്ന് ഞങ്ങളെ അറിയിപ്പിക്കണേ അല്ലാ. ആ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് കൊണ്ട് ഇതിൽ ഒരുപാട് പെങ്ങന്മാരുടെ വിവാഹം ശരിയാകാത്തത്. എന്നാൽ അവിടെ നിന്ന് പഠിച്ചോ, അല്ലാഹു തആലയുടെ പരിശുദ്ധമായ ഖുർആന അവിടെ നിന്ന് നല്ലതുപോലെ ഓതിക്കഴിഞ്ഞാൽ, ഈ വരായത്ത് നല്ലതുപോലെ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവേ വിവാഹം ശരിയാവുകയും അതുപോലെ മുഖഭംഗി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഈ പറയുന്ന സൂറത്ത് ഏതെന്നറിയോ? ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى. الله الله. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തു ത്വാഹ ഒരു തവണ പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് ദുആരക്കുക. അങ്ങനെ ദുആ ചെയ്താൽ ജീവിതത്തിന്റെ കണ്ണീര് റബ്ബ് മാറ്റുകയാണ്, പ്രയാസം അല്ലാഹു മാറ്റുകയാണ്. ഇത് പടച്ചവന്റെ ഖുർആനാണ്. ഈ ഖുർആൻ ഒരിക്കലും നഷ്ടമാകൂല, ഒരിക്കലും ഇല്ലാണ്ടാകൂല. അതുകൊണ്ട് ഖുർആനെ മുന്നിൽ വെച്ച് എന്ത് ചെയ്താലും സൂറത്തു ത്വാഹ ഇശാ മഗ്രിബിന്റെ ഇടയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഇതുപോലെ നിക്കാഹ് ശരിയായില്ല, കല്യാണം ശരിയായില്ല, എന്റെ പ്രിയപ്പെട്ട മകള് പാപമാണ്, ഒരുപാട് പ്രായപൂർത്തിയായവളാണ്, പ്രായം ചെന്നവളാണ് എന്നാരെങ്കിലും എന്റെ ദാറുസ്സലാമിലുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് പറഞ്ഞ നിങ്ങൾ അവരോട് പറയണേ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. അല്ലാഹുവേ, സൂറത്തു ത്വാഹ ഒരു തവണ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറയേ. അങ്ങനെ ഓതി ദുആ ചെയ്താൽ അല്ലാഹു മംഗളകരമായിട്ട് നടത്തുമെന്നുള്ളതാണ്, മംഗളകരമായി നടത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിവാഹമെന്ന് പറയുന്ന അമൂല്യമായ അല്ലാഹു തന്ന സന്തോഷത്തിന്റെ ആനുകൂല്യം നമ്മൾ ചവിട്ടിത്തേക്കാനുള്ളതല്ല, ആഡംബരത്തിന്റെ കോടാലിയോട് കടന്നു പോകാനല്ല. അതുകൊണ്ട് മുഅ്മിനേ, സൂറത്തു ത്വാഹ ഓതി നല്ലതുപോലെ ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് കരഞ്ഞിട്ട് പറഞ്ഞോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി അവിടുന്ന് മക്കളുടെ വിവാഹം അവിടുന്ന് ശരിയായി കഴിഞ്ഞാലും, മക്കളുടെ വിവാഹം കഴിഞ്ഞാലും സൂറത്തു ത്വാഹ പാരായണം ചെയ്താൽ അല്ലാ അല്ലാ, ഏതൊരു പെണ്ണും ആലോചിക്കുന്നത്, ഏതൊരു പെണ്ണും വേണ്ടുന്ന ഭക്ഷണം കഴിക്കുന്നത്, പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും ഏതിലാണ് നല്ല സൗന്ദര്യമുള്ള വസ്തുക്കള്, ഇത് കഴിച്ചാൽ കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാവോ, നല്ല കുട്ടിയായിട്ട് മാറുമോ എന്നെല്ലാം പറഞ്ഞിട്ട് യൂട്യൂബുകളിൽ അടിച്ചു നോക്കാറുണ്ട്. പെങ്ങളെ, ഗർഭവതിയാണോ, വയറ്റത്ത് കൈവച്ചിട്ട് സൂറത്തു ത്വാഹ നല്ലതുപോലെ വന്ന് ഓതാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ വിജയിച്ചുവെന്നാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വമാ ബൈനഹുമാ വമാ തഹ്ത الثرى.
സൂറത്ത് ത്വാഹയെ നമ്മളെല്ലാവരും ഓതുന്ന സൂറത്താണ്. നിങ്ങളെ മക്കൾ ആണെങ്കിൽ അവരുടെ വയറ്റത്ത് കൈവച്ചിട്ട് സൂറത്ത് ത്വാഹ ഓതാൻ പറയും. ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും മാറാൻ കാരണം, അഴകുള്ള കുട്ടിയെ കിട്ടാൻ കാരണം, ബുദ്ധി വർദ്ധിക്കാൻ കാരണം, ഇനി വിവാഹം ശരിയാവാത്തവരാണെങ്കിൽ അവർക്ക് വിവാഹത്തിന്റെ മംഗളമായ സന്തോഷകരമായ വഴിയിലൂടെ അവർക്ക് എത്തിച്ചേരാൻ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല നീയത്തോടു കൂടിയിട്ട് അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരിക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നീടോ അവിടുന്ന് പറയുന്ന കേൾക്കുക, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് അവിടുന്ന് നല്ല മക്കളെ അള്ളാഹു നമുക്ക് തരണം. ഇതൊരു വലിയ വിഷയമാണ്, പെട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഞാൻ ഓരോന്നും സ്റ്റെപ്പായി പറയും. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമായി നിങ്ങളുടെ ജീവിതത്തിന് മർമ്മപ്രധാനമായ നിങ്ങളത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അൽഹംദുലില്ലാഹ് ഇതിലൂടെ കമന്റിൽ എഴുതും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നല്ല നീയത്തോടെ അല്ലാഹു കടന്നു വരാ ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അവിടുന്ന് പറയാണ്, മഹാനുഭാവൻ മോളെ, നീ ഗർഭവതിയായാൽ ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു, തങ്ങളെ ഞാൻ നല്ലതുപോലെ നടന്നാൽ എന്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി നല്ല കുട്ടിയാകാൻ, ആ കുട്ടി നല്ല അഴകുള്ള കുട്ടിയാകാൻ, നല്ല ബുദ്ധിയുള്ള മകനാകാൻ, ബുദ്ധിയുള്ള മകളാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമോ? അവിടുന്ന് ഒന്നാമത്തെ മറുപടി കൊടുത്തത്, അത് നിന്റെ ഭർത്താവിന്റെ സന്തോഷമാണ്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹമാണ്, ആ സ്നേഹത്താലുള്ള വർത്തമാനത്തിലാണ് കുട്ടി നന്നാവുന്നത്. നിങ്ങളെ ജീവിതത്തിലുള്ള, ഞാൻ ഒന്നും വെറുതെ പറയല്ല, ഞാൻ ഫുള്ള് തെളിവുകളോടുകൂടി ഞാൻ ഇത് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്നേഹബന്ധം, നിങ്ങൾ പരസ്പരം ഗർഭധാരിക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കലല്ല, അങ്ങനൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അറിയാതെ. അള്ളാഹു നമുക്കെല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരട്ടെ. അത് മാത്രവുമല്ല, രണ്ടുപേരുടെയും ഇടയിൽ നല്ല സ്നേഹമുണ്ടാകാൻ സൂറത്ത് അറാഫിലെ 43-ാമത്തെ ആയത്തും സൂറത്ത് യൂസുഫിലെ 29-ഉം 30-ഉം എന്നീ ആയത്തുകളും 7 തവണ തേനിലോ ഓതി മന്ത്രിച്ച് ഇരുവരും കഴിക്കുക. എന്നാൽ ജീവിതത്തില് അതൊരു വല്ലാത്ത പാഠമാണ്, അതൊരു വല്ലാത്ത സന്തോഷമാണെന്നുകൂടെ പറയാം. രണ്ടുപേർക്കും അറിയാം, എപ്പോഴും മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പുമാണ്, രണ്ടുപേരും വഴക്കാണ്. എന്നാൽ ഒന്ന് ചെയ്യുമോ? സൂറത്തുൽ അഅറാഫ് 43-ാമത്തെ ആയത്ത്, സൂറത്ത് യൂസുഫ് 29-30-ാമത്തെ ആയത്ത് 7 തവണ തേനിലോ അല്ലെങ്കിൽ മധുരമുള്ള എന്തിലെങ്കിലോ ഓതി മന്ത്രിച്ച് ഇരുവരും ഒന്ന് കഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ അല്ലാഹു നല്ല സ്നേഹം കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ അഅറാഫിലെ 43-ാമത്തെ ആയത്ത്. ഇനി സൂറത്ത് യൂസുഫിലാണെങ്കിലോ 29-30 പരിശുദ്ധമായ യൂസുഫ് നബിയെ പറ്റി പറയുന്ന സൂറത്താണ്. പല ഉമ്മമാരും പല സങ്കടങ്ങൾ പറയും, ഉസ്താദേ എന്റെ മകള് പോയ വീട്ടില് ഒരു സ്നേഹമില്ല, ഒരു സന്തോഷമില്ല, മരുമകനാണെങ്കിൽ അവനിക്കും ഒരു സ്നേഹമില്ല, എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട്. എന്നാൽ ഇൻഷാ അല്ലാഹ്, എന്നാൽ അവിടെ നീ പറഞ്ഞ സൂറത്തുകള് രണ്ടുപേരും ഭാര്യയും ഭർത്താവും അവിടെ ഓതി മന്ത്രിക്കുകയാണോ, അത് കഴിക്കുകയാണോ? ആരൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും, ആര് മറുഭാഗത്തുനിന്ന് എരികേറ്റിയാലും അവരുടെ സ്നേഹത്തിന് അവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതല്ലാതെ അവരുടെ സ്നേഹം അവിടെ നിന്ന് പൊളിഞ്ഞു മാറൂല. ചെയ്തു നോക്കി. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞോളി മാന്യമായി, അള്ളാഹു അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. ഇഷ്ടമെന്ന വാക്കുകൊണ്ട് സ്നേഹമിൽ മധുരം നിലാവ്, ആ പനി നീരിന്റെ കൂടെ ചേർന്നിടുന്നത് എന്നിലാവ്, പാലൊളിയായി പോയിടും പൗർണമിയായി വന്നിടും മധുഹുകൾ നിറവോതലായി കൽബകം കുളിർത്തൂകലായി. എൻ സഖിയെ എന്തിനാ നീ ഇങ്ങനെ പിണങ്ങുന്നത്, എന്നിലായി പിണങ്ങുന്നതിൽ നിറദീപമായി ചേർക്കുന്നത്. അവിടെ നിന്ന് ഭർത്താവാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളെന്നാലും ഇങ്ങനെ ഒരു സൂറത്ത്
യൂസുഫും അതുപോലെ സൂറത്തുൽ അറാഫിൽ 43-ാമത്തെ ആയത്ത് മോദ് അവിടുന്ന് മന്ത്രിച്ചാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ അവിടെ ബറക്കത്താണ് പടച്ചതമ്പുരാൻ നൽകുന്നത്, സന്തോഷമാണ് പടച്ചതമ്പുരാൻ നൽകുന്നത്, ആനന്ദമാണ് പടച്ചതമ്പുരാൻ നൽകുന്നത്. നിങ്ങൾ പിടിച്ചു വാങ്ങാൻ നിൽക്കേണ്ട കാര്യമില്ല. ചില സഹോദരിമാര് എങ്ങനെയെങ്കിലും ഭർത്താവിന്റെ സ്നേഹം ഒന്ന് പിടിച്ചു വാങ്ങണമെന്ന് പറയുന്നവരുണ്ട്. നിങ്ങളൊരു ബേജാറും വേണ്ട. സൂറത്തുൽ അറാഫും സൂറത്തു യൂസുഫും നിങ്ങൾ പതിവാക്ക്. അത് നിങ്ങൾക്കൊരു പീയൂഷമാണ്, അത് നിങ്ങൾക്കൊരു ഔഷധമാണ്, അത് നിങ്ങൾക്കൊരു സാന്ത്വനമാണ്. നിങ്ങൾ ചെയ്തു നോക്കി, ബാക്കി റബ്ബിന്റെ അടുക്കൽ. സന്തോഷകരമായി നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ ആ ഒരു പ്രതിഫലം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ, നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് 100% നമ്മൾ വിജയിക്കും. അപ്പൊ എന്ത് വേണം? ഞാൻ ഇന്നും അതുപോലെ നാളെയും, ഇന്നിപ്പോ നമ്മളിപ്പോ മക്കളിലേക്ക് എത്തിയിട്ടില്ല. നല്ല മക്കൾ നമുക്ക് വരണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ വഴി, നല്ല മക്കൾ ലഭിക്കുന്ന ഒന്നാമത്തെ വഴി എന്താ പറയുക? രണ്ടുപേരും സ്നേഹമുള്ളവരായിട്ട് മാറുക. അതുപോലെ സൂറത്തുൽ അറാഫും സൂറത്ത് യൂസുഫൊക്കെ ഓതാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കടന്നു വരിക. അതുപോലെ തന്നെയാണ് പരസ്പരം ഇഷ്ടം വർദ്ധിക്കണം. രണ്ടുപേരുടെ ഇടയിലും, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ആ ഒരു സ്നേഹം. മക്കള് ഉദരത്തിലുള്ളൊരു സമയമുണ്ടല്ലോ, മക്കള് ഉദരത്തിൽ വളരുന്നൊരു സമയം. രണ്ടുപേരും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. പിണക്കങ്ങൾ മാറി ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ, ഐക്യമുണ്ടാകാനും അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട്. ആ ഒരു ഇസ്മ നല്ലതുപോലെ 470 തവണയാണ് ചൊല്ലേണ്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. യാ വദൂദ് യാ അല്ലാഹ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുകയല്ല, തെളിവോടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന എന്തിനെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കാനാണ്. 470 തവണ നിങ്ങൾ പരസ്പരം ഒരുമിച്ചിരുന്ന് ചെല്ലണ്ട. രണ്ടുപേരും എവിടെങ്കിലും ഇരുന്നിട്ട് നമുക്ക് എത്രയോ സമയമുണ്ട്. യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ്. എത്രയോ കമന്റുകളാണ് നമ്മുടെ ദാറുസ്സലാമിന്റെ കമന്റുകളിൽ വന്നത്. ഉസ്താദേ, ഭർത്താവിന് സ്നേഹം വരാൻ ഒന്ന് ദുആ രക്കുമോ? പെങ്ങളെ പേടിക്കണ്ട. യാ വദൂദ് യാ അല്ലാഹ്. നല്ലതുപോലെ അല്ലാഹുവിനിക്ക് പ്രതിഫലം തരും, അല്ലാഹുവെന്നെ കാണും, അല്ലാഹുവെന്നെ ഏറ്റെടുക്കും എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഓതുകയാണോ? എന്നാൽ ഉറപ്പാണ് നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ തന്നെ ഈ ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാ. പക്ഷേ അമ്മക്ക് അതിലൊന്നും വലിയൊരു വിശ്വാസമോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അത് മാറി അള്ളാഹു എനിക്ക് പ്രതിഫലം തരുമെന്നുള്ള ആ ഒരു ചിന്ത, അള്ള എന്റെ കാര്യം ഏറ്റെടുക്കൂ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രതിഫലം അല്ലാഹു തആല തരും, ഉറപ്പാണ്. അല്ലാഹു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇണതുണയായി നീ ജീവിത മാർഗം, ഇറയവനോടായി തേടണ മാർഗം, അഹദവൻ നൽകും പ്രിയദീപനായി സ്നേഹക്കട എന്നും പൗർണമി പോലെ ലെങ്കിടും നാളിൽ വന്നൊരു ദിനമായി. അല്ല കനിഞ്ഞൊരു സാന്ത്വനമാണ്, അജബ് കുളിർത്തൊരു പൂമണമാണ്. പൗർണമി പോലെ ലംഘനതായി വന്നൊരു പെണ്ണെ, ജീവിത സൗഖ്യമതാലെ കണ്ടടമെന്നും പോകലുമാണേ. പരിശുദ്ധമായി ഈ സൂറത്തിന്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ലണം. ഈ ദിക്റ് നിങ്ങളുടെ ഇടയില് സ്നേഹവും സമാധാനവും അല്ലാഹു തആല തരും, അല്ലാഹു തആല സന്തോഷം തരും. എന്നാൽ ഇനി നിങ്ങളൊന്ന് പഠിക്കേണ്ടുന്ന അടുത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന അടുത്തൊരു കാര്യമുണ്ട്. എന്റെ പെങ്ങളെ,
ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഒരുപാട് നിഅമത്തുകളാണ്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഭർത്താവ്. കാരണം ഭർത്താവ് വീട്ടിന്റെ ഉള്ളിലുള്ളപ്പോ നമുക്ക് സമാധാനമാ, നമുക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാം, നമുക്ക് ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങാം, സന്തോഷമായി കിടന്നുറങ്ങാം. ഭർത്താവ് വീട്ടിന്റെ ഉള്ളിലില്ലെങ്കിലോ പിന്നെ പേടിയാണ്. എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുക, എങ്ങനെയാണെന്ന് കിടക്കാൻ പറ്റുക അറിയില്ല. എന്നാൽ അവിടെ ഖൽബിൽ കനിവുണ്ടാകാനും മനസ്സു മാറാനും വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച രാത്രി സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. ശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ ഈ ആയത്തോതണം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തുൽ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച രാവ് അതായത് വെള്ളിയാഴ്ചത്തെ സുബഹി, അതിന് തൊട്ട് മുമ്പ് എഴുന്നേൽക്കുക. ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സൂറത്ത് തൗബയിൽ നമ്മൾ എപ്പോഴും ഓതുന്ന ലഖദ് ജാഅകും എന്നുള്ള സൂറത്ത് ഓതുക. അങ്ങനെ ഓതിയിട്ട് ദുആ ചെയ്താൽ നിന്റെ ഇണയെ നീ ഉദ്ദേശിക്കുന്ന വഴിയിൽ അല്ലാഹു കൊണ്ടുതരുകയാണ്. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നോ ആ വഴിയിലൂടെ അല്ലാഹു തആല കൊണ്ടെത്തുകയാണ്. അന്നല്ലേ ജീവിതമാർഗം നിന്നിൽ തന്നില്ലേ, അത്ഭുതമായി ഖുർആൻ വാക്യം നിന്നിൽ ചൊരിഞ്ഞില്ലേ, സുന്ദരമായൊരു വാക്ക് പറഞ്ഞ് ഖൽബിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞ് അരികത്തായി ചേർന്നിരുന്ന സ്നേഹത്തിൻ വാക്കു പറഞ്ഞാൽ എന്തൊരു മൊഞ്ചാണ്. അറിവുള്ള കാലം വരെയും ഖൽബിൽ കനിയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ പവിത്രമായ സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തോതണം. നിങ്ങൾ തന്നെ ദുആ ചെയ്യുമോ? അല്ലാഹു നിങ്ങളെ കൈവെടിയില്ല, അല്ലാഹു നിങ്ങളെ തള്ളിക്കളയില്ല, അല്ലാഹു നിങ്ങളെ നഷ്ടപ്പെടുത്തില്ല. മഹാനായ ഹാത്തമുൽ ലുബറാ റളിയല്ലാഹു അൻഹു അവിടെ ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ജീവിതം വല്ലാത്ത പ്രയാസമാണ്, എന്റെ പെണ്ണെത്ര പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല, അവന്റെ എന്തെല്ലാം ചെയ്താലും അംഗീകരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വഴിയാണ്, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതുകൊണ്ട് അവളുടെ സ്നേഹം എനിക്ക് വേണം, അതിനെന്ത് വേണമെന്ന് പറയോ തങ്ങളെ. മഹാനായ ഹാത്തമുൽ ലുബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആളുകൾ ഉണ്ടാക്കി പറയും, ചില ആളുകൾ കാര്യങ്ങൾ അറിയാതെ പറയും. അങ്ങനെ പറയുന്നവരും ലോകത്തുണ്ട്. എന്നാൽ യഥാർത്ഥപരമായ വാക്കുകൾ അവിടെ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് മഹാനുഭാവന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, അവള് പാവമൊക്കെയാണ്, പക്ഷേ എന്നോട് മിണ്ടുന്നില്ല, എന്താണെന്നറിയില്ലല്ലോ, എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു തരുമോ? ഉടൻ തന്നെ മഹാനുഭാവൻ ഹാത്തിമുൽ ലുബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകണം. നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നുപോയി അവിടെ ഇരുന്നിട്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നീ ഒന്ന് ഓതി നോക്കാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോയി ഓതി, മഹാനുഭാവൻ ഓതി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഓടി വന്നിട്ട് വാരി അങ്ങ് പിടിച്ചു ഹാത്തമുൽ ലുബറാ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ജീവിതം മെച്ചമാണ്. എന്ത് സ്നേഹാണെന്നറിയോ, ഞാൻ വരാതെ അവള് കഴിക്കൂല, ഞാൻ വരാതെ കിടക്കൂല, എത്ര നേരം വൈകിയാലും അവളെന്നെ കാക്കുന്നുണ്ട് തങ്ങളെ, അവളെന്നെ കാത്തിരിക്കുക
അറിയിക്കുകയാണ്. എന്നാൽ ഇതേ അഭിപ്രായമായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇതേ ഭർത്താവിന്റെ ഭാര്യ വന്നു. മൂപ്പർക്കും ദേ ടെൻഷനായി. അവിടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ടൈമില് അവിടെ നിന്ന് പെണ്ണ് വന്നിട്ട് ഇതേ തങ്ങളോട് പരാതി പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, മോളെ നീ നിന്റെ വീട്ടിന്റെ അകത്തിരുന്നിട്ട് മഗ്രിബിന്റെ ടൈം ആകുമ്പോ ലഖദ് ജാഅകും ബിസ്മി ഓതരുത്. കാരണം സൂറത്ത് തൗബയാണ്. ബിസ്മി ഓതാതെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഈ പെണ്ണ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നിരുന്ന ഈ ആയത്തുകൾ ഇങ്ങനെ ഓതി. ആ സമയം അവിടെ നിന്ന് ഭർത്താവ് 2-3 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളങ്ങ് കവർന്നു പിടിച്ചു. കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, പറയൂ മോളെ, പറയൂ മോളെ, എന്തെന്ന് ചൊല്ല്, നിൻ ഹൃദയം കണ്ടിടുന്നു ഞാനതിന്ന്. മനമതിൽ വേദന തിങ്ങി വന്നു പോയോ, എന്തേ നിൻമുഖമിൽ വേദനയും കണ്ടു ഞാനേ. ഇല്ല ഇല്ല ഒന്നുമില്ല എന്തിനാവേ, നിങ്ങളുടെ സ്നേഹമാണ് ജീവിതം നിറഞ്ഞതാണേ. ആ കലം നീട്ടുന്നു എന്നാൽ, ആ കരം നീട്ടുന്നു എന്നാൽ, സ്നേഹബാഷ്പം മണ്ണിൽ എന്നുമേ ഓലിച്ചു കൽബിൽ സ്നേഹബാഷ്പം. എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിച്ചിട്ട് അവിടെ നിന്ന് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് പഠിപ്പിക്കട്ടെ. ഭർത്താവും അവിടുന്ന് ഭർത്താവ് മുമ്പേ ചൊല്ലിയിട്ട് സ്നേഹമുണ്ടാക്കിയതാണ്. പക്ഷേ ഭാര്യ ഇതറിയുന്നില്ല. ഉടൻ തന്നെ പറഞ്ഞു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. രണ്ടുപേരും ഓതാൻ പറഞ്ഞു. രണ്ടുപേരും ഓതാൻ പറഞ്ഞപ്പോ നല്ല മനസ്സോടുകൂടി രണ്ടുപേരും അവിടെ നിന്ന് പാരായണം ചെയ്തു. മരിക്കുന്ന സമയത്തുണ്ടായ അനുഭവമുണ്ട്. മരണത്തിന്റെ വേളയിൽ ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്. അല്ലാഹുവേ, സക്കറാത്തിന്റെ ഹാലിലാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവൾ അരികത്തേക്ക് വന്നു. അവിടത്തെയുടെ കാല് ഞെക്കുന്നുണ്ട്, കൈ ഞെക്കുന്നുണ്ട്. ആരോ പറഞ്ഞു, ഉമ്മാ, കൊല്ലങ്ങൾ ഒരുപാട് കടന്നുപോയി, ഉമ്മാ നിങ്ങൾ മാറിക്കോ, ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ ചെയ്തു കൊള്ളാം ഉമ്മ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാം. അവിടെ നിന്ന് പറഞ്ഞു, പറ്റൂല. ഇന്നലെ വരെ ഈ ശരീരത്ത് ഒരു വേദന വന്നാൽ, ഒരു പോറൽ വന്നാ അത് ഞാൻ സഹിച്ചിട്ടില്ല. ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് വല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവന്റെ പ്രിയത്തോടെന്റെ കണ്ണ് അടയുന്നത് വരെ ഞാനങ്ങ് പരിപാലിക്കാം, ഞാനങ്ങ് ഖിദ്മത്ത് ചെയ്യാം. വിട പറയുന്ന സമയം വരെയും അവിടുന്ന് തന്റെ ഭർത്താവിനെ പരിപാലിച്ചിട്ടുണ്ട്. എവിടെന്നത് നിങ്ങൾ വിചാരിക്കൂ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്ക്, എന്നിട്ടല്ലേ അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു മാറ്റം അറിയുന്നത്. എല്ലാവരും ചൊല്ലിയൊക്കെ നമുക്ക് ഒരുമിച്ച് ഉംറക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ദാറുസ്സലാമിന്റെ കുടുംബക്കാരൊത്ത് ഒരുമിച്ച് പോയി ഇൻഷാ അല്ലാഹ് പരിശുദ്ധരായ ഹബീബ് ന്റെ ചാരത്ത് വെച്ചിട്ട് സ്വലാത്തുകൾ ചൊല്ലാൻ, ബൈത്തുകൾ ചൊല്ലാൻ, മദ്ഹ് പാടാൻ, മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയുണ്ടോ അവിടെയാ നമ്മൾ വിജയിക്കുന്നത്. ചെല്ലാനുള്ള മനസ്സും മനക്കരുത്തും നിനക്കുണ്ടായാൽ നിനക്ക് രക്ഷപ്പെടാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കൾ നന്നാകുന്ന കഥയാ നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല, അതിന്റെ ഒരു ഭാഗത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. അല്ലാഹു പറയാൻ
കേൾക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് ദുഃഖങ്ങൾ കൊടുക്കല്ല റബ്ബേ. ആവലാദിയും നമ്പരവും കണ്ണീരുകളും കൊടുത്തിട്ട് നീ കഷ്ടപ്പാടിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, കൈകാലുകൾ സുഖമില്ലാത്തവരുണ്ട്, അവരുടെ രോഗത്തെ മാറ്റണേ റബ്ബേ, സങ്കടത്തെ മാറ്റണേ റബ്ബേ. ഈ ദാറുസ്സലാം ഒരു പ്രതീക്ഷയാണ് ഉസ്താദേ എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഖാലിഖായ റബ്ബേ, അവരെ അറിയുന്നത് നീയാണ്, അവരുടെ ആഗ്രഹം അറിയുന്നത് നീയാണ്, അവരുടെ ഖൽബ് അറിയുന്നത് നീയാണ്. ഖൽബ് അറിയുന്ന റബ്ബേ, അവരുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നത് നീയാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.